ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ CGL-ന്റെ 2023 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാൻ തുടങ്ങിയിട്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. എല്ലാവരും ഈ പറയുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, കൃത്യമായിട്ടൊന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രീവിയസ് ഇയർ ചോദ്യത്തിന് ഇത്ര പ്രാധാന്യം നൽകിക്കൊണ്ട് വീഡിയോ ആക്കി വിടുന്നതെന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും. മകളെ, CGL അതായത് SSC ഓറിയന്റഡ് ആയിട്ടുള്ള പരീക്ഷകളിലൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് സാധ്യതകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് ജസ്റ്റ് വാല്യൂസ് മാത്രം മാറ്റി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുള്ളതായിട്ടുള്ള ചില പരീക്ഷകളിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ടും 60-ന് മുകളിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇത്ര കാര്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. എടാ, ഒരു റേസ് കണ്ടക്ട് ചെയ്തു. ആ റേസ് ഒരു സർക്കുലർ ആയിട്ടുള്ള ട്രാക്കിനകത്താണ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. അവിടെ 75 കിലോമീറ്റർ ആണ് ട്രാക്കിന്റെ നീളം എന്ന് പറയുന്നുണ്ട്. രണ്ട് സൈക്ലിസ്റ്റുകളുണ്ട്. ഒരാൾ 30 km/h വേഗതയിലും മറ്റേ ആൾ 25 km/h വേഗതയിലും പോവുക എങ്കിൽ അവരുടെ മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? എവിടെ വെച്ച് അവർ മീറ്റ് ചെയ്യേണ്ടത്? സ്റ്റാർട്ടഡ് ദെയർ ജേർണി. എവിടെ നിന്നാണോ, ഫ്രം വേർ ദേ സ്റ്റാർട്ടഡ് ദെയർ ജേർണി, എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ അവർ മീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ എന്തോരം സമയം എടുക്കും എന്നുള്ളതാണ്. മക്കളെ, ഈ ടൈം കണ്ടുപിടിക്കാൻ, അതായത് മീറ്റിംഗ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എന്നാ എടുക്കണ്ടേ. ആരെ എടുക്കണ്ടേ? ഡിസ്റ്റൻസ് എന്താണ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. എന്തിനെ തന്നോളും? മീറ്റിംഗ് ടൈമിനെ തന്നോളും. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 കിലോമീറ്റർ. യൂണിറ്റ് കൺവേർഷന്റെ ആവശ്യമില്ല, കാര്യം തന്നിട്ടുള്ളത് ഓപ്ഷനുകൾ മണിക്കൂറിലാണെന്ന് ചോദ്യം തന്നെ പറയുന്നുണ്ട്. ഇനി ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ത് വരും? ഇവിടെ 75-ഉം 25-ഉം 30-ഉം രണ്ടുപേരും ഒരേ ദിശയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റിലേറ്റീവ് സ്പീഡ് എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടുപേരുടെയും കൂടെ ഡിഫറൻസാണ്. 30-ഉം 25-ഉം നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ 5 വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര വരും? 75/5, ദാറ്റ് വിൽ ബി 15 hours എന്നായി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയ. കണ്ടോ? അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോവാം. അടുത്ത ചോദ്യം കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ടൈം ആൻഡ് വർക്കിൽ നിന്ന്. ഇവിടെ ഈ മോർ എന്ന് പറയുന്ന വാക്ക് പരീക്ഷയിൽ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഞാൻ കട്ട് ചെയ്യുക. അതിന്റെ കാരണം ഒന്നുമല്ല, ഇത് കാരണം ഈ മോർ വെച്ച് ചെയ്യുന്നതായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. ഓക്കെ, അവിടെ P ഈസ് 2 times എഫിഷ്യന്റ് ദാൻ Q എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങാം. മക്കളെ, ഇവിടെ P എന്ന് പറയുന്ന ആള് 2 times എഫിഷ്യന്റ് ദാൻ Q എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? P ഈസ് ടു Q. ഇത് എഫിഷ്യൻസി റേഷ്യോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് 2:1 എന്നാണ് എഫിഷ്യൻസി വരിക. അതായത് ഒരാൾ മറ്റൊരാളെക്കാൾ 2 മടങ്ങ് എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? P എന്ന് പറയുന്ന ആള് 2 മടങ്ങ് കൂടുതൽ പണിയെടുക്കുന്ന ആളെന്ന് അർത്ഥം. അതായത് P 2 ജോലി ചെയ്യുമ്പോൾ Q എത്ര ജോലിയെ ചെയ്യുന്നുള്ളൂ? 1 ജോലിയെ ചെയ്യുന്നുള്ളൂ. ഇതല്ലേ അതിന്റെ അർത്ഥം. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? P ഈസ് ഏബിൾ ടു കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് 40 days ലെസ് ദാൻ ദാറ്റ് ഓഫ് Q. അതായത് ഈ പറയുന്നതായിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് Pക്ക് കൂടുതലായതുകൊണ്ട് ആ കൂടുതൽ എത്ര ദിവസം കുറച്ച് പണിയെടുക്കാൻ വേണ്ടി സഹായിക്കും? 40 ദിവസം. Q എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യുമോ അതിനേക്കാൾ 40 ദിവസം കുറച്ച പണി ആർക്കെടുത്താൽ മതി? Pക്ക് എടുത്താൽ മതി എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ തട്ടിവിടും. ശരിയാണോ? ഇനി എന്താ പറഞ്ഞേ? ഇങ്ങനെയുള്ളതായ Pയും Qകളുമാണ് ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരുമെന്നാ ചോദിക്കുന്നത്. മക്കളെ, എളുപ്പമാണ്. ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാ? 2:1. എഫിഷ്യൻസിയുടെ റേഷ്യോ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇത് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് 1:2. ഇനി എന്താ പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോണം. ഈ പറയുന്നതായ 2 പേർക്കിടയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, 2-ന് 1-ന്റെ ഡിഫറൻസ് എത്ര? 1. അതിന്റെ അർത്ഥം എന്താ? ഈ നമ്പർ ഓഫ് ഡേയ്സിനകത്ത് എത്ര കുറവുണ്ടാകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 1 equivalent to 40 എന്ന്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? 1 equivalent to 40, ഡിഫറൻസ് ആകുന്ന 1 equivalent to 40 എന്ന്. അപ്പോൾ 1 40ക്ക് തുല്യം. അതിനർത്ഥം എന്താ? P എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ എന്താണ്? 40 days എടുക്കും. ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് Q, അപ്പൊ 1 40ക്കാണെങ്കിൽ 2 എന്തിന് ഇക്വലന്റ് ആയിരിക്കും? 2 എന്ന് പറയുന്നത് 80ക്ക് ഇക്വലന്റ് ആയിരിക്കും. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് രണ്ടിന്റെയും കൂടെ എന്തെടുക്കാം? LCM. LCM എത്ര തന്നെ ആയിരിക്കും വരിക? 80 തന്നെ ആയിരിക്കും വരിക. Pയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2, Qന്റെ എഫിഷ്യൻസി 1 അല്ലേ? 2 പേരും കൂടി ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ P + Q. എഫിഷ്യൻസി എത്ര ആയിരിക്കും? 3. ടോട്ടൽ വർക്ക് 80 തന്നെ. എത്ര ദിവസം കൊണ്ട് തീരുമെന്നറിയാൻ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി എന്തോ വരും ഇവിടെ? നമ്പർ ഓഫ് ഡേയ്സ് ആണോ? അപ്പൊ 80/3 26 ചില്ലറ വരും. അപ്പൊ നമുക്ക് ഇക്വലന്റ് ടു ആരെന്ന് എടുക്കാം? അപ്രോക്സിമേറ്റ്ലി ഇക്വലന്റ് ടു 27 എന്ന് എടുക്കാം. കണ്ടോടാ, ആൻസർ എങ്ങനെയാ മാറിയെന്ന് കണ്ടോടാ. അടുത്ത ചോദ്യം നോക്കിയടാ. കിടിലനായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു എലക്ഷൻ ഉണ്ട്. ആ എലക്ഷനകത്ത്
മൊത്തം ലിസ്റ്റിനകത്ത് എന്ത് നടത്തി ഒരു എന്താണ് ലിസ്റ്റിനകത്തൊരു അനാലിസിസ് നടത്തിയപ്പോൾ മൊത്തം 100% പേരുണ്ടെങ്കിൽ 2% പേര് അവിടെ വോട്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം ബാക്കിയുള്ള 98% ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നല്ലേ. ഇനി അവരെന്താ പറയുന്നത്, ആ കാസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള 98%-നകത്ത് ഒരു 500 വോട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ടുകളാണ്. ഇനി എന്താ പറയുന്നത്, എ ഉണ്ട്, ബി ഉണ്ട്, 2 വോട്ട് എന്താണ് കാൻഡിഡേറ്റുകൾ ഉണ്ട്. അതിൽ എ ആണ് ജയിക്കുന്നത്, ബി യേക്കാൾ 200 വോട്ട് അധികം നേടിയിട്ടാണ് ജയിക്കുന്നത്. മൊത്തം 100% ആകുന്നതിൽ നിന്ന് 43% വോട്ടുകളാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, 43% വോട്ടാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, 43% എക്ക് കിട്ടിയിട്ടുള്ളത്. എങ്കിൽ ബാലൻസ് ആർക്ക് പോയിട്ടുണ്ട്, ബിക്ക് പോയിട്ടുണ്ട്. ആ ബിക്ക് കിട്ടിയത് എന്ന് പറയുന്നതിൽ നിന്ന് 500 മാറ്റണേ, കാര്യം 500 ഇൻവാലിഡാ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, മൊത്തം അങ്ങനെയാണെങ്കിൽ എത്ര വോട്ട് കാസ്റ്റഡ് ആയിട്ടുണ്ട്. അതായത് ചോദിക്കുന്നത് ഈ 98% ഈസ് ഈക്വൽ ടു ഡാഷ്, ഇതാണ് ചോദ്യം. ഓക്കെ അല്ലേ മക്കളെ, വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഒന്ന് എഴുതി പോയാൽ തീരാവുന്ന കാര്യമുള്ളൂ. മൊത്തം 100%, അതിനകത്ത് 2% മാറ്റണം, അപ്പൊ മൊത്തം 98%. ഈ 98% എന്ന് പറയുന്നതായ ടോട്ടൽ വോട്ടുകളുടെ എണ്ണം അല്ലേ 98%. ഒന്ന് ആലോചിച്ചോണേ, 100%-ലെ 43% മാത്രമാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, എ എന്ന് പറയുന്ന ആ കാൻഡിഡേറ്റിന് കിട്ടിയിട്ടുള്ളത്. അവശേഷിക്കുന്ന 98 എന്ന് പറയുന്നത് ബാലൻസ് എത്രയുണ്ട്, അവശേഷിക്കുന്നത് 55% ഉണ്ട്. മക്കളെ, ഈ 55%-നകത്ത് നമ്മളൊരു 500-നെ അങ്ങോട്ട് മാറ്റി വെക്കണം, കാര്യം 500 ഇൻവാലിഡാ. അപ്പൊ 100-നകത്തുള്ള 43% അത് കഴിച്ചു വരുന്ന ബാലൻസ് 55%-ൽ നിന്ന് 500 മാറ്റുമ്പോൾ എത്ര ഉണ്ടോ അത്രയും വോട്ടാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, ബിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് തങ്ങളിൽ കുറയ്ക്കട, ഈ രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എ ബി യേക്കാൾ എത്ര വോട്ടിനാ ജയിച്ചേക്കുന്നത്, 200 വോട്ട് അധികം നേടിയ. അപ്പൊ ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടണം, 200 കിട്ടണം. ഇനി എന്ത് ചെയ്യാം, ഈ മൈനസ് അകത്തോട്ട് കയറ്റ്. അപ്പൊ ആൻസർ എത്ര വരും, 43%-നകത്ത് നിന്ന് 53%, ദാണ്ടേ -53%, മൈനസ് അകത്ത് ചെല്ലുമ്പോൾ +500 ആവും. ഈ +500 അപ്പുറം ചെല്ലുമ്പോൾ -500 ആവും. -500 + 200 എന്ന് പറയുമ്പോൾ എത്ര വരും, -300 വരും. ശരിയാണോ, -300 വരും. ഇനി കാര്യങ്ങൾ നമുക്ക് എളുപ്പം പറയാം. എന്താ, ദാണ്ടേ 43 55 കുറച്ചാൽ എത്ര വരും, -12%. നോക്കിക്കോണേ, -12% എന്ന് പറയുന്നത് -300 ഈക്വൽ ടു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താ, 98% ഈക്വൽ ടു അല്ലെങ്കിൽ ഇക്വലന്റ് ടു ആര് വരും. എന്ത് ചെയ്താൽ മതിയടാ, എളുപ്പമാണ്. ഇത് രണ്ടും അങ്ങ് വെട്ടിമാറ്റാം, മൈനസുകളെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 12 എന്ന് പറയുന്നതിനെ ഇനിയും വെട്ടിച്ചെറുതാക്കാൻ 6 ഉപയോഗിക്കാം. അതേ 6 അപ്പുറത്തും വെട്ടേണ്ടി വരുമെന്നേ ഉള്ളൂ. 6 കൊണ്ട് വെട്ടിയാൽ ഇവിടെ എത്ര വരും മക്കളെ, 2 എന്ന് വരും. 300 ഇവിടെ വെട്ടുമ്പോൾ എത്ര വരും, 50 എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 എന്ന് പറയുന്നതിനെ ഈ 98 കൊണ്ട് വെട്ട്, അപ്പൊ 47 വരും. കണ്ടോടാ, മുകളിലും താഴെയും വെട്ടി, അങ്ങോട്ട് വശങ്ങളിലും വെട്ടി. ഇനി എന്ത് ചെയ്യണം, ആൻസർ കിട്ടാൻ അവശേഷിക്കുന്ന 47-ഉം ഈ 50 ഗുണിച്ചാൽ മതി. അത് ഇങ്ങോട്ട് എഴുതിയാൽ മതി, 47 × 50. ഓക്കെ ആണോ. ഇപ്പൊ എന്ത് സംഭവിക്കും, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും ഇവിടെ, ആൻസർ എന്ന് പറയുന്നത് 50 × 50 എന്ന് പറഞ്ഞാൽ 2500. അപ്പൊ 47 × 50 അതിനേക്കാളും താഴെ. ഓപ്ഷൻ നോക്കുമ്പോൾ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, 2500 താഴെ. അത് തന്നെ ആയിരിക്കും എന്റെ ആൻസർ. ഓക്കെ ആണോ. അപ്പോൾ എളുപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. 43% വോട്ടുകൾ എക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്തുള്ള 55% ആകുന്ന വോട്ടുകൾ ബിക്ക് വരുന്നുണ്ട്. അതിനകത്ത് 500 എണ്ണം കൂടി എന്ത് ചെയ്യണം, മാറ്റണം. അപ്പൊ +500. നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാൻ. എന്താണെന്നറിയോ, ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാണ്ടേ 500-ഉം 200-ഉം രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ 300 വരും. കണ്ടോടാ, രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ 300 വരും. ആ 300 എന്ന് പറയുന്നത് ഇത് തങ്ങളിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ശതമാനമാണെന്ന് പറഞ്ഞാൽ മതി. അതായത് ഇതിന്റെ ചോദ്യത്തിന്റെ എളുപ്പം ഇതാ, ഈ 500 ഇവിടെ ഇൻവാലിഡും 200 വോട്ടിന് ജയിച്ചു. രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരും, 300 എന്ന് വരും. എത്ര എന്ന് വരും, 300. അതാണ്ട് ശ്രദ്ധിച്ച് കണ്ടോണേ, രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എത്ര വരും, 300 വരും. ഈ 300 എന്ന് പറയുന്നത് ആർക്ക് ഇക്വലന്റ്, ഈ 43% ബാലൻസ് അവിടെ ഉള്ളതായുള്ള 55, അത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എത്ര വരിക, 12. ഇത് 12% ഇക്വലന്റ്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് മൊത്തമാകുന്ന വോട്ട് അവിടെ എത്ര കാസ്റ്റ് ആയിട്ടുണ്ട് എന്നല്ലേ. അതാണ്ട് 98%. എങ്ങനെ വെട്ടണം, 12 30 വെട്ടാം, 12 98 വെട്ടാം. വെട്ടുമ്പോൾ എത്ര വരും, ഇവിടെ 2 ആയി, ഇത് എത്ര ആയിടാ, 50 ആയി. ഇനി ഇത് 98 ആണ്, ഇത് എത്ര ആയിടാ, 47 ആയി. ഇത് ഇനി എന്ത് ചെയ്താൽ മതി, ഈ 2 കൊണ്ട് വെട്ടിയപ്പോഴായി ഈ 98 47 ആയി. ശരിയല്ലേ. ഇനി ഈ പറയുന്നതായ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എവിടെ ചെയ്യണ്ടേ, ഇവിടെ 1 ആയി. ഇനി ആരും ഇല്ല, 47-നെ അങ്ങോട്ട് ഗുണിച്ചാൽ എന്തോ വരും, 47 × 50 ഡിവൈഡഡ് ബൈ ഇവനെ ഇങ്ങോട്ടാ 1-നെ പരിഗണിക്കണ്ടല്ലോ. അപ്പൊ ആൻസർ എത്ര വരും, 2450. കണ്ടോ, എളുപ്പം ഇതാണ് ചെയ്യാൻ. കണ്ടോ, വളരെ തുച്ഛമായ സ്റ്റെപ്പുകളേ ഉള്ളൂ. ഈ മോഡൽ ഒരു വട്ടം പരിചയപ്പെട്ടാൽ പിന്നെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കേടാ, ഇവാലുവേറ്റ് ചെയ്യാനായി ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കണമെന്നാണെങ്കിൽ sin of 90 - θ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ നിൽക്കുന്നത്. അപ്പോ sin of 90 - θ cos θ. ഇനി cos of 90 - θ
അത് ആര് വരും എന്ന് മനസ്സിലാക്കാൻ സൈൻ തീറ്റ. ഓക്കെ ആണോ? ഇനി എന്താ ഇവിടുത്തെ വിഷയം എന്നൊന്ന് നോക്കേടാ. ഇവിടെ സൈൻ 25, സൈൻ 65, കോസ് 25, കോസ് 65. ഇവിടുത്തെ സൈൻ 25 നടുക്ക് മൈനസ് ഉണ്ട്. 25 എനിക്ക് എങ്ങനെ എഴുതാം? 90 മൈനസ് 65 എന്ന് എഴുതാം. അതുപോലെ ഇവിടുത്തെ 25 എനിക്ക് എങ്ങനെ എഴുതാം? 90 മൈനസ് 65 എന്ന് എഴുതാം. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കൂ. സൈൻ ഓഫ് 90 മൈനസ് 65, സൈൻ ഓഫ് 90 മൈനസ് തീറ്റ കോസ് തീറ്റ അല്ലേ? അപ്പോ സൈൻ 90 മൈനസ് തീറ്റ അവിടെ എന്തായി? കോസ് 65 എന്നായി. ഇനി അവിടെ ആരുണ്ട്? സൈൻ 65 അവിടെയുണ്ട്. ഓക്കെ ആണോ? ഇനി ഇവിടെ കോസ് 65 എന്നാ കിടക്കുന്നത്. കണ്ടോടാ, കോസ് 65 ആരായി മാറും? മൈനസ് സൈൻ 65 ആയി മാറും. ഇനി അവിടെ കോസ് 65 ഉണ്ട്, അവനെ അതേപോലെ തന്നെ എഴുതിക്കോ. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ കോസ് ഉണ്ട്, ഇവിടെ സൈൻ ഉണ്ട്, ഇവിടെ കോസ് ഉണ്ട്, ഇവിടെ സൈൻ ഉണ്ട്, രണ്ടും ഒന്നായി. അപ്പൊ ആൻസർ കുറയ്ക്കുമ്പോൾ എന്തോ വരണം? 0 എന്ന് വരണം. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. എളുപ്പമല്ലേടാ? ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് ആൽജിബ്ര പാർട്ടാണ്, ഒന്നുമില്ല. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ, അല്ലാതെയും വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ 64. ഇനി ഇവിടെ എന്താ ഉള്ളത്? എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ക്യൂബ് എത്ര വരും? ഇവിടെ 27 പ്ലസ് അവിടെ 38 ഉണ്ട്. ഇനി അവിടെ ആരാ ഉള്ളത്? 38 ഉണ്ട്. 38 ഉണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത്? ഞാൻ ശ്രദ്ധിച്ച് നോക്കണം. 38 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുള്ള? 3യുടെ സ്ക്വയർ 9 വരും. ഇൻറ്റു വൈ എവിടെ എത്ര? 4 മൈനസ് 4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട? ഇവിടുത്തെ ചിഹ്നം മാറ്റണം. ഇവിടെ മൈനസ് വരും. ഓക്കെ ആണോ? ഇനി ഇവിടെ എത്ര ഉണ്ട്? പ്ലസ് അവിടെ 20 ഉണ്ട്. ഇനി അവിടെ ആരാ ഉള്ള? എക്സ് എന്ന് പറയുന്ന ആളുടെ വില 3 ആണ്. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 4ന്റെ സ്ക്വയർ എത്ര? 16 വരും. വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ മൈനസ് 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 മെത്തേഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ആദ്യം സം ഓഫ് ഡിജിറ്റ്സ് എടുക്കാം. എന്താ എടുക്കുന്നത്? സിംഗിൾ ഡിജിറ്റ് സം മെത്തേഡ് യൂസ് ചെയ്യാം. എന്താ യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഡിജിറ്റ് സം. ഓക്കെ അല്ലേ? നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ആൻസർ എത്ര വരും എന്ന് പറയടാ. 7 2 എത്ര വരും? 9. 6 4 10 എത്ര വരും? 1. അതായത് ഇവിടെ 9 ആണ്, ഇത് 1 ആണ്. രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് എത്ര വരും? 9 ആണ് ഡിജിറ്റ് സംബന്ധം കിട്ടും. മൈനസ് ഇനി പറഞ്ഞടാ 8 ഗുണം 3 എത്ര വരും? 8 ഗുണം 3 8 3 എത്ര വരും? ഇവിടെ 11. 11ന്റെ 1 ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയായി? 2 വന്നു. കണ്ടോ? ഇനി ഇവിടെ 9 2 ഗുണം 9 എത്ര വരും? 18. 18 ആയപ്പോ എത്രയായി? അല്ലേ വേണ്ട, 9 4 എത്ര വരും? 36. അപ്പൊ എത്രയാടാ? അതാണ്ട് ഇവിടെയും എത്രയായി? 9 4 36 ആകുമ്പോൾ 6 3 9 വരും ഡിജിറ്റ് സമ്മ്. 9 ഗുണം 2 18. അപ്പൊ ഡിജിറ്റ് സമ്മ് എത്ര വന്ന്? 9 വന്നു. 8 1 9. 18ന്റെ 8 1 9. ഇനി എന്താ ഉള്ളത്? ഇവിടെ പ്ലസ് ഇവിടെ 2 20 ആകുമ്പോൾ 2 വരും ഡിജിറ്റ് സമ്മ്. ഇവിടെ 3 16 ഗുണം 3 എത്ര വരും? 6 1 7 എന്നങ്ങ് പറഞ്ഞോ, കുഴപ്പമില്ല. 7. ഇനി 7 3 21. 21ന്റെ 2 ഒന്നുകൂടെ വരുമ്പോൾ എത്ര വരും? 3 വരും. 3 ഗുണം 2 6. കണ്ടോ? ഡിജിറ്റ് സം എത്ര വന്ന്? 6 വന്നു. ഇവിടെ ഇത്രയും കൂടെ. ഇനി ഇവിടെ മൈനസ് 6 4 10 എന്ന് പറയുമ്പോൾ അവിടെ ഡിജിറ്റ് സമ്മ് 1 വരുന്നത്. ഇനി എന്ത് ചെയ്യാടാ? 9 9 ദാണ്ട് ഇതങ്ങ് വെട്ടി മാറ്റും. 6 1 എത്ര വരും? ഡിജിറ്റ് സം എന്ന് പറയുന്നത് 5 വരും. ഇനി ഓപ്ഷൻസിനകത്ത് ഡിജിറ്റ് സം 5 വരുന്നത് ആരുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദാണ്ടേ 6 3 9. 9കളെ വെട്ടി മാറ്റിയാൽ മതി. ഡിജിറ്റ് സമ്മ് നമുക്ക് അറിയാൻ എളുപ്പമാ. 9കളെ വെട്ടി മാറ്റിയാൽ മതി. ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. 6 9 വെട്ടി മാറ്റുമ്പോൾ 2 1 3. ഇതാണ് ഇവിടുത്തെ ഡിജിറ്റ് സംഭവം. ഇവിടെ ദാണ്ട് 8 8 16 4 20. ഡിജിറ്റ് സംഭവം 2 വരും. ഇവിടെ എത്ര വരിക? ദാണ്ട് ഇവിടെ 6 6 3 9. 9 വെട്ടി മാറ്റിയപ്പോൾ ഇവിടെ ഡിജിറ്റ് സംഭവം എത്ര വന്ന്? 5 വന്നു. ഇവിടെ നോക്കേടാ 6 ദാണ്ടേ 5 5 3 5 6 3 9. ഇതാ കിടക്കുന്നത് 6 3 9. ബാലൻസ് എത്ര ഉണ്ട്? 5. ഇവിടെ ഡിജിറ്റ് സംഭവം 5 വരുന്ന 2 പേരുണ്ട്. ഓക്കെ ആണോ? ഇവിടെ ഡിജിറ്റ് സമ്മ് വരുന്നത് എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അവിടുത്തെ 2 പേരിൽ ഇനി ആര് വരും എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും എളുപ്പ പണി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കറക്റ്റായിട്ട് നോക്കേണ്ടി വരും. ഈ 64 27 കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം എത്ര വരുമെന്നൊന്ന് നോക്കേടാ. 60 നമ്മൾ റാൻഡം ആയിട്ട് കണക്കൂട്ടിയാൽ മതി. ഇവിടെ നമ്മൾ 27 എന്ന് പറയുന്നത് 20 എടുത്താൽ മതി. 64 ഗുണം 2 എന്ന് പറയുമ്പോൾ 1280 പോകും. ശരിയല്ലേ? ഇനി ഇവിടെ എത്ര ഉണ്ട്? ഇതാ ഇതിൻ്റെ കൂടെ കൂട്ടണ്ട. 16 3 എത്ര വരും? 48. 2 എത്ര വരും? 960 വരും. ഇത് രണ്ടും കൂടെ കൂട്ടി ഇതിനകത്ത് നിന്ന് 9 4 എത്ര? 36. ഞാനൊരു 30 കൂട്ടുക. അപ്പം 30 വേണ്ട, ഇവിടെ കൂട്ടി ഇട്ടാൽ മതി. 38. ഇത് ഞാൻ റാൻഡം ആയിട്ട് നോക്കുമ്പോൾ എന്തായാലും 500 ചില്ലറ എന്നുള്ള രീതിയിൽ എൻ്റെ ആൻസർ വരില്ല. ശരിയല്ലേ? 500 ചില്ലറ എന്ന രീതിയിൽ എൻ്റെ ആൻസർ വരില്ല. അതിലും മുകളിലേക്കേ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1256 ആയിരിക്കും എൻ്റെ ആൻസർ. ഇത് റാൻഡം ആയിട്ടുള്ള കണക്കാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ ഈ കൂട്ടുക എന്ന രീതിയിൽ തന്നിട്ടുള്ള ആളുകളുടെ ഇപ്പൊ അല്ലേ വേണ്ട, നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. 64 27 നമുക്ക് നോക്കാം. 64 27
ഞാൻ 64 ഇവിടെ 27 എന്ന് പറയുന്നതിന് പകരം ഞാൻ 20 ഇട്ട് കണക്ക് കൂട്ടി. അപ്പൊ 64 27 കൂടെ വരുമ്പോഴത്തേക്ക് എത്ര വരും ഇവിടെ? അല്ല സോറി, ഞാൻ എന്ത് ചെയ്തു? 20 വെച്ച് കണക്ക് കൂട്ടി. 64 128 1280 വന്നു മൈനസ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 38 9 36 ആണ്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കുറയ്ക്കാൻ വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ കൂട്ടിയിടണം. ഞാനൊരു 40 ഇട്ട് പറഞ്ഞു. അപ്പൊ 38 ഗുണം 4 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ 40 എന്നുള്ള രീതിയിൽ വരും. പ്ലസ് ഇവിടെ 20 എന്താണ് 20ഉം 16 3 48 രണ്ടും എത്ര വരും ഇവിടെ? 48 എടുക്കും. 16 3 48 48 ഗുണം 2 96. അപ്പൊ എത്ര വരും ഇവിടെ? 960. ഇനി എന്തുണ്ട്? -64. എന്റെ കണക്കൂട്ടൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനിത് എഴുതേണ്ട ആവശ്യമില്ല, എന്റെ മൈൻഡ് കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു കേട്ടോ. ഈ 38 ഗുണം 4 എന്ന് പറയുന്നത് 4 3 12, പിന്നെ അവിടെ എത്ര ഉണ്ട്? 4 32. അപ്പൊ ഏകദേശം ഒരു 1200 സംതിങ് ഒക്കെ വരത്തുള്ളൂ. എങ്ങനെയൊക്കെ നോക്കിയാലും എന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരിക്കലും 1000-ൽ താഴെ വരാൻ സാധ്യത ഉണ്ടാകില്ല എന്ന് എനിക്ക് ഈ ഒരു കണക്ക് എന്റെ മൈൻഡ് വെച്ച് ചെയ്തു നോക്കുന്നത് വഴി പിടികിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നവനെ ഇവിടെ ആൻസർ ആയിട്ട് വരത്തുള്ളൂ എന്ന് ചിന്തിക്കാം. ഓക്കെ, അല്ല എന്നാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ചോദ്യം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. മക്കളെ, ഇവിടെ എന്താ അവർ പറഞ്ഞേക്കുന്നത്? എക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്കൊരു ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 9 ദിവസം വേണം. അതുപോലെ വൈ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 36 ദിവസം വേണം. ശരി, ഇനി ഇവിടെ ജോലി അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സുകൾ വെച്ചിട്ടാണെങ്കിൽ ഒരാൾ ആദ്യം എക്സ് ജോലി ചെയ്യും, പിന്നെ വൈ ജോലി ചെയ്യും, പിന്നെയും എക്സ് ജോലി ചെയ്യും, പിന്നെ വൈ ജോലി ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ മൊത്തം എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീരുന്ന? ഏറ്റവും ആദ്യം ടോട്ടൽ വർക്ക് നോക്കടാ. എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് LCM എടുക്കണം. LCM എത്ര തന്നെ ആയിരിക്കും വരിക? 36. ഇനി പറ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? 36/36 1. 36/9 എത്ര? 4. എക്സിന്റെ എഫിഷ്യൻസി 4, വൈയുടെ എഫിഷ്യൻസി 1. ഇനി നമുക്ക് പറയാം, ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇവിടെ ജോലി മുമ്പോട്ടേക്ക് പോകുന്നതെങ്കിൽ ആദ്യം ജോലി ചെയ്യേണ്ടത് എക്സ് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈ. രണ്ടുപേരുടെ ജോലി ചെയ്താൽ എത്ര തീരും? താണ്ടേ 4 ജോലി പ്ലസ് 1 ജോലി. ഒരു ദിവസം എക്സിന്റെ 4 ചെയ്യും, അടുത്ത ദിവസം വൈയുടെ 1 ചെയ്യും. മൊത്തം അവിടെ എത്ര ജോലി തീർന്നു? 5 ജോലി തീർന്നു. ഈ 5 ജോലി തീരാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തിട്ടുണ്ട്? 2 ദിവസം എടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? മൊത്തം എത്ര ജോലിയുണ്ട്? 36 ജോലിയുണ്ട്. ഇനി എന്താ പറയണ്ടേ? അങ്ങനെയുള്ള 5 ജോലികൾ വെച്ചിട്ട് എത്ര ജോലികൾ അവിടെ 36-നകത്തുണ്ട്? അപ്പൊ നമുക്ക് 7 എന്ന് കിട്ടും. ആണോ? 7, അങ്ങനെയുള്ള 7 ജോലി എന്ന് കിട്ടും. ഇനി പറഞ്ഞു ഈ 5 എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ വർക്കാ? 2 ദിവസത്തെ. അങ്ങനെയാണെങ്കിൽ 7 എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ വർക്ക് ആയിരിക്കണം? ഗുണം 2 എടുത്താൽ മതി. അതായത് അവിടെ മൊത്തത്തിൽ 14 ദിവസം അവിടെ കഴിച്ചിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേ, ഞാൻ ഇവിടെ റിമൈൻഡർ 36-ന് ഇവിടെ ചെയ്തു പോകുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. അതായത് 5 എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ അവിടെ അവശേഷിക്കുന്ന ഒരു 1 വരുന്നുണ്ട്. ഈ 1 ആരുടെ കയ്യിലേക്ക് പോകണം? ആദ്യം എക്സ് ചെയ്ത് പിന്നെ വൈ ചെയ്ത്. അങ്ങനെ നമ്മൾ ഈ 5 വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അവസാനം ചെയ്ത് നിർത്തിയേക്കുന്നത് ആരാ? വൈയ. തൊട്ടടുത്ത ആളാരാ? എക്സ് അല്ലേ ചെയ്യണ്ടേ? അതായത് ഈ ഒരു ജോലി ആര് ചെയ്യേണ്ട ജോലിയാ? എക്സ് ചെയ്യേണ്ട ജോലിയാ. എക്സിന് ജോലി ചെയ്യാൻ എഫിഷ്യൻസി എത്രയാ അവന്റെ? 4 അല്ലേ? ആണോടാ? ഇനി അവിടെ അവശേഷിക്കുന്നതായ ജോലി എത്ര എണ്ണം? ഒരെണ്ണം ആണോ? അവന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 4. സോ 1/4. 14ഉം 1/4ഉം ദിവസം കൊണ്ടായിരിക്കും അപ്പൊ ആ ജോലി തീരുന്നത്. ഓക്കെ ആണോ? 14 and 1/4 വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോടാ? ആണ്. മകളെ, ഈ ഒരു ചോദ്യം നോക്കേടാ. ഒരു ഷോപ്പ് കീപ്പർ ഉണ്ട്, മൊത്തം 940 ഗ്രാം വെയിറ്റ് അവിടെ ഉണ്ട്. അയാൾ അവിടെ എന്താ ചെയ്തേ? 940 ഗ്രാം, ശരിക്കും അവിടെ 1 കിലോയുടെ വെയിറ്റ് ഇടേണ്ടതിന് പകരമാണ് 940 ഗ്രാം വെച്ച്. അയാൾക്ക് നിലവിൽ 4% എന്തായി മാറിയത്? അയാൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടിയത്. 1 കിലോ ആണ് കൊടുക്കുന്നതെങ്കിൽ 4% എന്നാ. അപ്പോ ഈ 940 എന്നുള്ള രീതിയിൽ അവിടെ ചീറ്റിംഗ് നടത്തുമ്പോൾ അയാൾക്ക് ശരിക്കും എത്ര ശതമാനം പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട് എന്നാണ് ആ ചോദ്യത്തിലൂടെ നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോണേ. അതുകൊണ്ട് ഇവിടെ ഞാൻ 940, ഞാൻ ആ ചെയ്യുന്ന രീതി മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചോദ്യം ശരിക്കും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ ദാണ്ട് 1000 എഴുതി. അപ്പൊ 940 എന്ന് പറയുന്നത് ആ ചീറ്റിംഗ് പ്രൈസ് ആണ്. 1000 എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ആ ചീറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു തൂക്കമാണ് 940. 1000 എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം അല്ലേ? അതാ എഴുതിയത്. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞോ, എന്താ ഇവിടെ എന്താ എഴുതണ്ടേന്ന് ചോദിച്ചാൽ 4% അല്ലേ പ്രോഫിറ്റ്? നിങ്ങളെ 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 1/25 എന്ന. അതിനർത്ഥം എന്താ? ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ഒന്ന് കൂട്ടണം, അപ്പൊ 26 വരും. ആ 25നെ 940 താഴെയും ഇവനെ 26 ഇവിടെ എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവന്മാരെ വെട്ടി ചെറുതാക്കണം. നോക്കിക്കോടെ, അതാ 1 0യും 1 0യും വെട്ടും. തങ്ങളിലാണേ വെട്ടണ്ടേ? 25 ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നതുമായിട്ടാണ് വെട്ടണ്ടേ? 25 ആകുമ്പോൾ ഇവിടെ 4 വരും. ഇവിടെ എന്ത് ചെയ്യാം? 2 കൊണ്ട് 94നെയും ഇവനെയും വെട്ടാം. ഇവിടെ എത്ര വരും? 13 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 47.
നിങ്ങൾ ഇവിടെ ദാണ്ടെ അതുകൊണ്ട് ഈ സൈഡിൽ 47 എഴുതി, ഈ സൈഡിൽ ഞാൻ എന്ത് എഴുതി 52 എന്ന് എഴുതി. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ 47 എന്ന് പറയുന്നതാണ് ആര് കോസ്റ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഈ എഴുതിയിരിക്കുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. മക്കളെ പ്രോഫിറ്റ് എന്ത് വരൂടാ 5, രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എത്രയാ വരിക 5. ഇനി എന്താ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക മക്കളെ. ഈ 5 എന്നാണ് പറയുന്നതെങ്കിൽ പെർസെന്റേജ് എടുക്കാൻ എന്താ നമുക്കറിയാം, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താ കോസ്റ്റ് പ്രൈസ്. ഇവിടെ എത്ര കോസ്റ്റ് പ്രൈസ് 47 ഗുണം 100. കണ്ടോടാ, കണ്ടു. ഇനി 100/47 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും വരിക? കണ്ടോ, ഇവിടെ 5നെ അതേപോലെ എഴുതി. ചെയ്യാനുള്ള എളുപ്പം പറഞ്ഞുതരാം. 100/47 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? 47ന്റെ 2 വരും. കണ്ടോ, 47 ഗുണം 2 94 വരും. ബാലൻസ് എത്ര ഉണ്ട്? 6 അവിടെ കിടക്കും അതേപോലെ. കണ്ടോടാ, അപ്പൊ 6/47 2 6/47. ഓക്കെ ആണോ? ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? ഈ അകത്തേക്ക് ഗുണിക്കുമ്പോൾ 5 ഗുണം ഇത് ഈ 6/47 എന്ന് എഴുതുമ്പോൾ ഇവിടെ പ്ലസ് ആ ഉള്ളത് കേട്ടോ. ഇനി എന്താ, ഇതിനെ അകത്തേക്ക് ഗുണിച്ചാൽ മതി. 5 2 10 വരും. ഇനി എത്ര ഉള്ളത്? 6 ഗുണം 5 6 5 30. 30/47 എത്രയാണെന്ന് അറിയാൻ 300/47 എത്രയാണെന്ന് നോക്കിയാൽ മതി. 300/47 6 വരുന്നത്. അപ്പൊ 10.6 ചില്ലറയെന്ന് വരും. അപ്പൊ എന്ത് വരൂടാ? 10.64 ആയിരിക്കും ഇതിന്റെ ആൻസർ. ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് അകത്തേക്ക് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര വരൂടാ? 30/47 എന്ന് വരും. അവിടെ 0 പോയിന്റ് എത്രയാണ് വരുന്നതെന്ന് അറിയാൻ 300/47 എന്നുള്ളത് വെട്ടി നോക്കിയാൽ മതി. 300/47 ആകുമ്പോൾ 6 0.6 എന്ന് വരൂടാ. അപ്പൊ 10.6 തുടങ്ങുന്ന ഒരാളേ ഉള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ സി ഈസ് ദ കറക്റ്റ് ആൻസർ ആണ് കിട്ടിയത്. അടുത്ത നോക്കേടാ, ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ആംഗിൾ എ 90 ഡിഗ്രി ആകുന്ന ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ദാണ്ടേ ഞാൻ അങ്ങനെ വരച്ചു. ഇങ്ങനെ വരുമ്പോ ഇത് ഡി എന്ന് പറയുന്ന ഒരു മിഡ് പോയിന്റ് ഉണ്ട്. ശരിയാണോ? അതായത് ഈ തന്നിരിക്കുന്ന ആൾ ദാ ശ്രദ്ധിച്ച് കണ്ടോണം. ഈ തന്നിരിക്കുന്ന 2 സൈഡുകൾ ഇപ്പൊ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി എ എന്ന് പറയുന്ന ആൾ 90 ഡിഗ്രി ആണെന്ന് തന്നേക്കാം. ഇതിന്റെ ഇങ്ങോട്ട് നടുക്കോട്ട് വരച്ചു. ഈ പറയുന്ന ഡിയിൽ വന്ന് മുട്ടി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മുട്ടിയാൽ ഈ പറയുന്ന 3 സൈഡുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ കണ്ടീഷൻ ഇതേപോലെ പഠിക്കുക. ഈ പറയുന്ന ആൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കണ്ടോ? അതായത് ഈ നടുക്ക് വരച്ചിട്ടുള്ള AD എന്ന് പറയുന്ന ആൾ ആരാണ്? താണ്ടെ ഇത് ബി ആണ്, ഇത് സി ആണ് എന്നാണെങ്കിൽ, ഓക്കെ, ഇത് ബി ആണ്, ഇത് സി ആണെങ്കിൽ BC-യുടെ പകുതിയായിരിക്കും ആര്? BC-യുടെ പകുതിയായിരിക്കും ആര്? AD എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, കാരണം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന 3 പേരും ഒരേ വിലകളായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ AD എന്ന് പറഞ്ഞാൽ BC-യുടെ പകുതിയായിരിക്കും. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എന്റെ കയ്യിൽ എന്തിരിപ്പുണ്ട്? ഒരു പാലിരിപ്പുണ്ട്. പാലെന്ന് പറയുന്നത് കോസ്റ്റിംഗ് 32 പെർ ലിറ്റർ. 1 ലിറ്ററിന് എത്ര രൂപ മൂല്യമാണ്? 1 ലിറ്റർ എന്ന് പറയുന്നതിന് 32 രൂപ മൂല്യമാണ്. നിലവിൽ അതിനകത്തോട്ട് വെള്ളം ചേർത്തിട്ട് എനിക്ക് 1 ലിറ്ററിന് 28 രൂപയ്ക്ക് കൊടുക്കണം. ശരി, അപ്പോ അങ്ങനെ 28 രൂപയ്ക്ക് അത് വിൽക്കണം എന്നാണെങ്കിൽ ഞാൻ എന്തോരം വെള്ളം അവിടെ ചേർക്കണമെന്ന്? ഇത് നമുക്ക് മിക്സേഴ്സ് ആൻഡ് അലിഗേഷൻസ് ഉപയോഗിക്കാം. ആദ്യം ഞാൻ വാട്ടർ പറയും, പിന്നാണ് ഞാൻ ആരെ കുറിച്ച് പറയുന്നത്? മിൽക്കിനെ കുറിച്ച് പറയുന്നത്. ആദ്യം അതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല, അതായത് 0. അതേസമയം ആ സാധനത്തിന് നിലവിൽ അന്നേരം എത്രന്റെ മൂല്യമുണ്ട്? 32 രൂപയുടെ മൂല്യമുണ്ട്. കണ്ടോ? ഇനി നിലവിൽ വെള്ളം ചേർക്കണം, അത് നെറ്റായിട്ടുള്ളതായ മൂല്യം അതിനെ 28 ആക്കണം. അപ്പൊ ഞാൻ നടുക്ക് എന്ത് ചെയ്യണം? 28 എഴുതണം. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ 32 28 കുറയ്ക്കുന്നത് ഇവിടെ എഴുതണം. എത്ര വരുമായിരിക്കും? ഇവിടെ 4. ഇനി എന്ത് ചെയ്യണം? 28 മൈനസ് 0 അങ്ങോട്ട് കുറയ്ക്കുന്നത് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. 28 മൈനസ് 0 എത്രടാ? 28. വെട്ടിച്ചെറുതാക്കട 1:7 എന്ന് വരും. അതായത് ഈ 1:7 റേഷ്യോയിലായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്? ആ മിക്സർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഞാൻ മൊത്തം 8 പാർട്ടുകൾ എടുത്തു. അതായത് ഞാനിപ്പോ എന്ത് ചെയ്തു? 1 കിലോ, അതായത് അല്ലെ വേണ്ട 1 ലിറ്റർ, ദാറ്റ് ഈസ് 1000 മില്ലി ലിറ്റർ പരിഗണിച്ച അതിനകത്ത്, ഓക്കെ അല്ലേ? അതിനകത്ത് അല്ലേ വേണ്ട, ഞാനിവിടെ 1000 പരിഗണിച്ചാൽ അത് കണക്ക് കറക്റ്റായിട്ട് പറയൂല. ഞാൻ ഇപ്പൊ ഒരു 800 ml ആണ് എടുത്തതെന്ന് വിചാരിക്കാം. ആ 800 ml-നകത്ത് 100 ml എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെള്ളമായിരിക്കണം. അതിനകത്തുള്ള ബാക്കി 700 ml എന്തായിരിക്കണം? അത് മാത്രമായിരിക്കണം പാല്. അങ്ങനെയാണെങ്കിൽ 28 രൂപയ്ക്ക് അവസാനം കച്ചവടം ചെയ്യാം. ഇതാ ഇതിന്റെ അർത്ഥം കേട്ടോ. ശരി, അടുത്തത് നോക്കേടാ. അടുത്ത ചോദ്യം, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാ, 10ാമത്തെ ചോദ്യം. എന്താ ചോദ്യം പറയുന്നത് നോക്കേ? ഇവിടെ 5 വിമൻ ഉണ്ട്, ഓക്കെ, അതുപോലെ 9 ഗേൾസ് ഉണ്ട്. ഇവര് എത്ര ദിവസം? 18,720 രൂപ 9 ദിവസം കൊണ്ട് ഒപ്പിക്കും. അപ്പൊ എന്താ പറഞ്ഞേ? മൊത്തം ദാണ്ടെ ഗുണം 9. അവരെത്ര ദിവസം കൊണ്ട് ഒപ്പിക്കുന്നത്? 9 ദിവസം കൊണ്ട്. അത് എത്രയാണ് ഒപ്പിക്കുന്നത്? 18,720. കണ്ടോ? ഇങ്ങനെ വേണം ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ എഴുതാൻ. 5 വിമൻ 9 ഗേൾസ് മൊത്തം 9 ദിവസം കൊണ്ട് 18,720 രൂപ ഒപ്പിച്ചു. ഇനി എന്താ പറയുന്നത്? അവിടെ 9 വിമൺ ഉണ്ട്, 16 ഗേൾസ് ഉണ്ട്. അവര് എത്ര ദിവസം കൊണ്ട്? 14 ദിവസം കൊണ്ട് എത്ര രൂപ ഒപ്പിക്കുന്നു? 14 ദിവസം കൊണ്ട് 52,080 ഇത്രയും 52,080 രൂപ ഒപ്പിക്കുന്നു. എങ്കിൽ 12 വിമൻ 7 ഗേൾസ്
ഇവര് എല്ലാരും കൂടെ ചേർന്ന് 13 ദിവസം കൊണ്ട് കേട്ടോ എന്താണ് അവിടെ സമ്പാദിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ആരാണ് W ആരാണ് G എന്ന് കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് നമ്മുടെ കയ്യിൽ നിലവിലിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇവനെ അങ്ങ് വെട്ടി ചെറുതാക്കാനുള്ള വഴി നോക്കാം. ഈ 9 കൊണ്ട് ആദ്യത്തെ ഇക്വേഷനെ മൊത്തമായിട്ട് വെട്ടാൻ പറ്റും നോക്കി. 9 കൊണ്ട് ഇവിടെ വെട്ടാം. എത്ര വരുമായിരിക്കും കൂടാ? ഇവിടെ 2 ആയി. ഇവിടെ അടങ്ങില്ല, അതുകൊണ്ട് ഒരു 0 കൊടുക്കാം. 72 ആകുമ്പോൾ 8 ആവും, 20 80 ആവും. കണ്ടോ, 9 വെട്ടി മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 14 കൊണ്ട് വെട്ടി മാറ്റാം. അപ്പൊ ഇത് എത്ര വരൂടാ? 14 3 42, ബാലൻസ് 10 ഉണ്ട്. 100 ആയപ്പോ എത്ര വരും? 100 ആയപ്പോ അവിടെ എത്ര വരിക? 7 വരും. ശരിയാണോ? 7 വരും. അതിന്റെ എത്രയാ? 14 ഗുണം 14 ഗുണം 7 എന്ന് പറയുമ്പോഴത്തേക്ക് 70, 98 വരും. ബാലൻസ് എത്ര ഉണ്ടടാ? 98 ആകുമ്പോഴത്തേക്ക് 2 ഉണ്ട്. അപ്പൊ 28 വരും. 28 ആകുമ്പോൾ എത്രയായി? 2 37 20 ആണ്, 3720. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് മനസ്സിലാക്കണം, ഇത് വെട്ടിച്ചെറുതാക്കണം ഈ ഇക്വേഷൻ എന്നാണെങ്കിൽ ഇവിടെ ഒന്നുകിൽ ജിക്ക് കിട്ടണം വില, അല്ലെങ്കിൽ എമ്മിന് ഒന്നുകിൽ ജിക്ക് വില കിട്ടണം, അല്ലെങ്കിൽ ആർക്ക് കിട്ടണം? ഡബ്ല്യുവിന് വില കിട്ടണം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രകാരം ഈ പറയുന്ന ആളുകളെ കിട്ടണമെങ്കിൽ ഡബ്ല്യുവിന്റെ കൂടെ ആരുണ്ട്? അതിനെ എടുത്ത് മുകളിലും ഗുണിക്കുക. ഇവിടുത്തെ ഡബ്ല്യുവിന്റെ കൂടെ ആരുണ്ട്? 5 ഉണ്ട്. ആ 5നെ താഴെയും ഗുണിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് ആര് വെട്ടിപ്പോവും? W വെട്ടിപ്പോവും. ആരുടെ വില ഇവിടുന്ന് കിട്ടും? ജിയുടെ വില കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണ് ജിയുടെ വില ഇവിടുന്ന് എത്ര വരും എന്ന് കണ്ടുപിടിക്കും. താണ്ടേ അകത്തോട്ട് പോകുമ്പോൾ 9 45, ഇവിടെ 9 45. ഇനി എഴുതാൻ നിൽക്കണ്ട. ഇനി ആരെ നോക്കിയാൽ മതി? ജിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. W എന്ന് പറയുന്ന ആളിന്റെ വിലകളാണ് മുകളിലും താഴെയും അതാതിന്റെ രീതിയിൽ ഗുണിക്കുന്നതെങ്കിൽ നമുക്ക് ജി അല്ലേ ഇവിടുന്ന് കിട്ടുന്നത്? 9 ഗുണം 9 എത്ര വരൂടാ? 81 ജി. താഴെ എത്ര വരൂടാ? താഴെ എന്ന് പറയുന്നത് 16 5 80 മൈനസ് 80 ജി. കണ്ടോടാ? ഈക്വൽ ടു ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കണോടാ? ഇവിടെയും 9. ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കണോടാ? ഇവിടെ 5 കൊണ്ട്. ശരിയല്ലേ? ഗുണിക്കടാ 9 കൊണ്ട്. താണ്ടേ 9 0. താണ്ടേ 8 9 72ന്റെ 2. കണ്ടോ? 7 വരും. അപ്പൊ 9 ഗുണം 0 0. അവിടെ ബാലൻസ് 7. 9 2 എത്ര വരും? 18. കണ്ടോടാ? ഒന്നുമില്ല, നമ്മൾ 9 വെട്ടി ഇവിടെ 9 കൊണ്ട് ഇപ്പൊ അങ്ങ് ഗുണിച്ചു എന്നുള്ളതേ ഉള്ളൂ. 18 720 മൈനസ് ഇവിടെ ഇനി 5 കൊണ്ടല്ലേ? ഗുണിക്കടാ 0. 5 ഗുണം 2 10ന്റെ 0 1. 7 5 35 1 36 6 3. 5 3 15. ബാക്കി എത്ര ഉണ്ട്? 3 കൂടെ കൂട്ടുമ്പോൾ 18. എത്ര വന്നടാ? 120 വന്നു. 81 80 പോയാൽ എത്ര വരടാ? 1G. ഇപ്പൊ ജിയുടെ വില എത്രയാടാ? 120. അതെടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഇട്ടുകൂടെ? ഞാനിപ്പോ തൽക്കാലം ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. 5W പ്ലസ് 9G എന്ന് പറയുന്നത് 120. കണ്ടോ? സമം ദാണ്ട 20 80. വെട്ടിച്ചെറുതാക്കിയത് എടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോടാ? 20 80. ഇനി പറഞ്ഞു ഇവിടെ ദാണ്ടേ ഇവനെ അങ്ങ് അപ്പുറത്തോട്ട് പോകും. അപ്പൊ എത്ര വരും? 5W എന്ന് പറയുന്നത് 12 8 108. അപ്പൊ 20 80 മൈനസ് 108 0. കണ്ടോടാ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരൂടാ? ഇതിനകത്ത് നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരൂടാ? 1000 വരും. അപ്പൊ W എത്ര വരൂടാ? 1000 ഡിവൈഡഡ് ബൈ 5. 5 എന്ന് പറയുമ്പോൾ എത്ര വരൂടാ? 200 എന്ന് വരും. കണ്ടോ? ഇനി അവര് ചോദിക്കുന്നത് എന്താ? അവര് ചോദിക്കുന്നത് നിലവിൽ എന്താണ്? ഈ 12 വിമൻ, അതായത് വിമനിന്റെ വില എത്ര? വിമനിന്റെ വില 200. 12 ഗുണം 200 പ്ലസ് നിലവിൽ എത്ര ഗേൾസ് ഉണ്ട്? 7 ഗേൾസ് ഉണ്ട്. ജിയുടെ വില എത്ര? 120. എത്ര ദിവസമാണ് അവർ പണിയെടുക്കുന്നത്? 13 ദിവസം പണിയെടുക്കുന്നു. എത്ര ദിവസം? 13 ദിവസം. അപ്പൊ എത്ര കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിജിറ്റ് സം മെത്തേഡ് എടുക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട. ആണ്ടേ 2 1 എത്ര വരൂടാ? 3. ഇവിടെ 3 ഗുണം 2 ഉണ്ട്. 3 ഗുണം 2 എത്ര? ഇതിന്റെ ഡിജിറ്റ് സം 2 വരുന്നത്, ഇതിന്റെ 3. 3 ഗുണം 2 6. ഡിജിറ്റ് സം എത്ര വന്നു? 6. പ്ലസ് ഇവിടെ 7 ഉണ്ട്. ഇവിടെ 2 1 3. 7 3 21. എത്രയാണ് ഡിജിറ്റ് സം? 3 വരും. 6 3 എത്രയാണ്? 9. ഇവിടെ ഡിജിറ്റ് സം വെളിയിൽ എത്ര? 3ന് 3 1 13 എത്ര? 3 1 4. അപ്പൊ 94 36. 36ന്റെ 6 3 കൂടെ എടുക്കുമ്പോൾ എത്ര വരും? 9. ഡിജിറ്റ് സം 9ൽ തീരുന്ന ആര് ഇവിടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഡിജിറ്റ് സം 9ൽ തീരുന്ന ആരുണ്ടെന്ന് നോക്കിയാൽ മതി. ഇതാ നോക്കടാ, ഇവിടെ ഡിജിറ്റ് സം 9 ആകാന്ന് പറഞ്ഞാൽ 9കളെ കട്ട് ചെയ്തു. 9കളെ കട്ട് ചെയ്യുന്നു എന്നാണെങ്കിൽ 0 കിട്ടിയാൽ മതി. അതാ നോക്കടാ, താണ്ടേ ഇവിടെ 5 4 9 വെട്ടി മാറ്റി. ഇനി ബാലൻസ് 2 1 3. ഇവിടുത്തെ ഡിജിറ്റ് സം 3. ശരിയാണോ? ഇനി ഇവിടെ എന്താ ഉള്ളത്? 9കൾ വെട്ടിമാറ്റി 4 1 5 വന്നു ഡിജിറ്റ് സം. വെട്ടിമാറ്റുമ്പോൾ 0 വരണമെന്നാണ്. 9കളെ വെട്ടിമാറ്റുന്നെങ്കിൽ ഡിജിറ്റ് സം 0 കിട്ടിയാൽ അത് 9 ഡിജിറ്റ് സമ്മിനെ കാണിക്കുന്നതിന് തുല്യമാണ്. താ നോക്ക്, ഇവിടെ 4 6 9. ദാ ഇത് 3 പോയി. ബാലൻസ് അവിടെ എത്ര ഉണ്ട്? 8. താ നോക്കടാ, 4 6 6 3 9 കൂട്ടുമ്പോൾ ദാണ്ട് മൊത്തത്തിൽ 0 മൊത്തം വെട്ടിമാറി. അതിന്റെ അർത്ഥം ഡിജിറ്റ് സം ഇവന് 9 ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? ഇവിടെ ഗുണിക്കണം എന്നുള്ളതാണ്, പക്ഷെ ഗുണിക്കാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്താനും വഴിയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ 10 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. വളരെ റെലവെന്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ. നിങ്ങളെ ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ വേണം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം, എങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി.